പ്രതിദിനം 3000-നും 4000-നും ഇടയിൽ ഗതാഗത നിയമലംഘന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. തടയാനുള്ള നടപടികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും റോഡ് വികസനം ഉൾപ്പെടെ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ അനവധിയുണ്ട്. വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവരും കാൽനട യാത്രക്കാരും കാണിക്കേണ്ട സാമൂഹ്യ ബോധമാണ് പ്രധാനം. പൊതുവഴിയിൽ ഇറങ്ങുന്നവർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ കണ്ടുവരാം. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ പറയും അക്കാര്യം. പായല്ലേ പിടിവീഴും. അമ്മച്ചിയുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ഒരു കേരളം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കാണിക്കേണ്ട ഒരു വീഡിയോ ആണത്. ശരിക്കും ഞാൻ എൻ്റെ നാട് ഹൈദരാബാദ്, തെലങ്കാനയാണ്. അവിടേക്ക് അയച്ചു, അവിടെ വൈറലായി പോയി. സംസ്ഥാനത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞ ഇക്കാര്യം കേട്ട് ഒരുപാടൊന്നും അഭിമാനിക്കേണ്ട മലയാളി. ഇന്നൊരൊറ്റ പകൽ ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞ ഗതാഗത ലംഘനം ഒന്ന് കണ്ടുവരാം. പ്രബുദ്ധ മലയാളി പൊതുനിരത്തിൽ കാട്ടുന്നത് ചെറുതല്ലാത്ത ലംഘനങ്ങളാണ്. ഒരു കാര്യം ആദ്യമേ പറയാം, അമേരിക്കൻ മോഡലോ ദുബൈ മോഡലോ പാലിക്കാനല്ല പറയുന്നത്. അശ്രദ്ധ കൊണ്ട് ജീവൻ നഷ്ടമാകുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചില കാഴ്ചകൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഈ ട്രാഫിക് ക്യൂ നിരത്തിലിറങ്ങുന്ന കുറച്ചു പേർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കാൻ കഴിയാത്തവർ റോഡൊന്ന് തടസ്സപ്പെട്ടാൽ ഫുട്പാത്ത് വഴി വാഹനം പറപ്പിക്കും. പിഴ 1000 ഫുട്പാത്ത് വഴി വാഹനം ഓടിച്ചാൽ കുറ്റം ചെറുതല്ല. ഡേഞ്ചറസ് ഡ്രൈവിംഗ് വകുപ്പിലാണ് സംഗതി വരുന്നത്. ചിലർ കാൽനടയാത്രക്കാരെ ഹോണടിച്ചു മാറ്റിയൊക്കെ ഫുട്പാത്ത് വഴി വാഹനം പറപ്പിക്കും. ഫുട്പാത്തില്ലാത്ത റോഡുകളിലും പാലിക്കേണ്ട പലവിധ നിയമങ്ങളുണ്ട്. റോഡിന്റെ വലതുവശമാണ് കാൽനട യാത്രക്കാർക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു പെഡസ്ട്രിയൻ ഫുട്പാത്തിലെ റൈറ്റ് ഓഫ് വേ 100% റൈറ്റ് ഓഫ് വേ ഉള്ളത് പെഡസ്ട്രിയൻ ആണ്. ശരിക്കും ഇത് നമുക്കൊരു ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് തന്നെ കണക്കാക്കാം. കാരണം പെഡസ്ട്രിയൻ ഈസ് എ വൾനറബിൾ റോഡ് യൂസർ, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു റോഡ് യൂസറാണ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഹാം എന്നുള്ളത് പെഡസ്ട്രിയൻക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഫുട്പാത്തിൽ നടക്കുക, അല്ലെങ്കിൽ റോഡിലെ റൈറ്റ് സൈഡ് നടക്കുക. കാരണം ഫേസിങ് ദ ട്രാഫിക് നടക്കണം. അടുത്തതാണ് ഇക്കാഴ്ച. ഫുട്പാത്തിലെ പാർക്കിംഗ് വഴി തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരിടത്തും ഫുട്പാത്തിൽ പാർക്ക് ചെയ്യാൻ ആർക്കും അനുവാദമില്ല. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതാണ് സംഗതി. പിഴ 4000 രൂപ. നമ്മളിൽ ചിലരെങ്കിലും മനസ്സിൽ ധരിച്ചൊരു കാര്യമുണ്ട്, പൊതുനിരത്തിൽ എവിടെയും വാഹനം പാർക്ക് ചെയ്യാമെന്ന്. എന്നാൽ അതങ്ങനെയല്ല കാര്യം. കൃത്യമായി പാർക്കിംഗ് ബോർഡുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വാഹനം പാർക്ക് ചെയ്യാൻ അനുമതിയുള്ളത്. നോ പാർക്കിംഗ് ബോർഡ് വെച്ചിടത്ത് ഒരു കാരണവശാലും വാഹനം പാർക്ക് ചെയ്യാൻ കഴിയില്ല. ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്താൽ 4000-ഉം റോഡരികിൽ പാർക്ക് ചെയ്താൽ 500-ന് മുകളിലും പിഴ ഒടുക്കേണ്ടി വരും. ട്രാഫിക് സിഗ്നലിലാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം സീബ്ര ക്രോസിങ്ങുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാര്യമായിട്ടുള്ള അപകടങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകാറുമുണ്ട്. ജീവൻ പോലും നഷ്ടമാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് കൃത്യമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതിനാലാണ്. സീബ്ര ക്രോസിംഗിൽ വാഹനത്തിന്റെ വേഗം കുറയ്ക്കണമെന്നല്ല, കാൽനടയാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വാഹനം നിർത്തണം. കാൽനടയാത്രക്കാർ മറുവശമെത്തിയെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ പിന്നീട് വാഹനം മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ. എന്നാൽ നമ്മളിൽ എത്ര പേർ ഈ നിയമമെങ്കിലും പാലിക്കുന്നുണ്ട്? സീബ്ര ക്രോസിംഗ് നടത്ത പെഡസ്ട്രിയൻ വന്ന് നിൽക്കുമ്പോൾ ബാക്കി വാഹനങ്ങൾ മുഴുവൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അവിടെ ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, ഡബിൾ ലൈൻ, ഒരു 3 മീറ്റർ ഇപ്പുറം. അവിടെ എല്ലാ വാഹനങ്ങളും നിൽക്കേണ്ടതാണ്. അതാണ് നിയമം. റോളിംഗ് അല്ല, സ്റ്റോപ്പ്, കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. ഇഞ്ചൻ ഓഫ് അല്ല, പക്ഷേ വെഹിക്കിൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് സ്റ്റേജിൽ വരണം, ഹോൾട്ടിംഗ് സ്റ്റേജ്. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നിയമമുണ്ട്. ഗതാഗത വകുപ്പ് നിയമം സെക്ഷൻ 184 പ്രകാരം 2000 രൂപ പിഴ ചുമത്താനും കഴിയും.
റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിൽ കൂടുതലും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ഒപ്പം തന്നെ കാൽനട യാത്രക്കാരുടെ എണ്ണവുമുണ്ട്. കാരണങ്ങൾ പലതുണ്ടാകാം. പക്ഷേ അശ്രദ്ധമായ അപകടങ്ങളുടെ പ്രധാന കാരണം മൊബൈൽ ഫോൺ ഉപയോഗമാണ്. ബൈക്ക് മുതൽ ബസ് ഓടിക്കുന്നവർ വരെ ഒരു കൂസലുമില്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണാം. പക്ഷേ വാഹനമോടിക്കുന്നവർ മാത്രമല്ല, റോഡിലൂടെ കാൽനടയായി പോകുന്നവരുടെ മൊബൈൽ ഫോൺ ഉപയോഗവും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഒരു ഡ്രൈവർ ആണെങ്കിലും പെഡസ്ട്രിയൻ ആണെങ്കിലും ഒരു റോഡ് യൂസർ ആണ്. റോഡ് യൂസർ ആണെങ്കിൽ 100% അറ്റൻഷൻ ഷുഡ് ബി ഓൺ ദ റോഡ്. യു കനോട്ട് ഡു എനിത്തിങ് എൽസ്. ഡ്രൈവിംഗ് സമയത്ത് ഫോൺ പാടില്ല എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം നടക്കുമ്പോഴും ഇയർഫോൺസ് വെച്ച് ആൾക്കാർ പോകാറുണ്ട്, ഫോൺ നോക്കിയിട്ട് ആൾക്കാർ പോകാറുണ്ട്, സംസാരിച്ചുകൊണ്ട് പോകാറുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റ്സ് ഇവിടെ ആയിട്ടുണ്ട്. സംസ്ഥാനത്ത് മുൻവർഷങ്ങളെക്കാൾ അപകട മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപകടങ്ങൾക്ക് ഒരു കുറവുമില്ല. അത്തരം അപകടത്തിൽപ്പെട്ട് ജീവിതകാലം അത്രയും കിടപ്പിലായവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനമോടിക്കൽ, ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിക്കൽ, അമിത വേഗത, ട്രിപ്പിൾ റൈഡിംഗ്, ഇത്തരം നിയമലംഘനങ്ങളൊക്കെ നമുക്ക് എൻഫോഴ്സ്മെന്റ് വഴി കണ്ടെത്തി തിരുത്താം. പക്ഷേ പൊതുനിരത്തിൽ ഇറങ്ങുന്നവർ സ്വയം തിരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജീവൻ വിലപ്പെട്ടതാണ്, ജാഗ്രത. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.